അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ അൻവർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണ്ടനാണെന്നൊക്കെ പറഞ്ഞാൽ മണ്ടന്മാർക്ക് തന്നെ നാണം ആകുന്ന രൂപത്തിൽ, അല്ലെ അവർക്ക് തന്നെ മോശമാകുന്ന രൂപത്തിൽ അത്രയും വലിയൊരു മണ്ടനാണ്. അയാൾ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നജീബ് മൗലവിയുടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാമെന്നാണ് ഇപ്പോൾ നജീബ് മൗലവി പറയുന്നത്, ആരാധന അള്ളാഹുവിനല്ലാത്തവർക്കൊക്കെ നടത്താമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ക്ലിപ്പ് ഇടുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെയുള്ളത്? എന്താണ് നജീബ് മൗലവി പറഞ്ഞിട്ടുള്ളത്? എന്താണ് അത്? നമുക്ക് വളരെ വിശദമായി പറയുകയാണെങ്കിൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മുജാഹിദുകൾ അവരുടെ പുസ്തകത്തിൽ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്, എന്താ തൗഹീദ്, എന്താണ് ശിർക്ക് എന്നുള്ളത്. അത് അങ്ങനെയല്ല, തൗഹീദ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആ കിതാബ് വായിച്ചുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. വേണേ നിങ്ങളത് കേട്ടു, ആ കിതാബിന് എന്താ പറയുന്നത് കേട്ടാൽ വളരെ കൃത്യമായി മനസ്സിലാവും. എന്താ അതിന്റെ അർത്ഥം? വഹുവ തൗഹീദുല്ലാഹി ബിഅഫ്ആലിൽ ഇബാദില്ലതി അമറഹും ബിഹാ. അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള ഇബാദിന്റെ പ്രവൃത്തികളെ കൊണ്ട് അല്ലാഹുവിനെ ഏകമാക്കുക. അവർക്ക് അങ്ങനെ അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തിന്റെ പ്രവർത്തികളെ കൊണ്ട് ഏകനാക്കുക എന്നതാണ്. എങ്ങനെ? അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തിന്റെ പ്രവർത്തികളുടെ അഫ്ആലുകളുണ്ട്, അതായത് കർമ്മങ്ങൾ. ആ കർമ്മങ്ങളെ കൊണ്ട്, അഫ്ആലുകളെ കൊണ്ട് ഏകനാക്കലാണ് തൗഹീദ് എന്നാണ് ഇയാൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആര്? വഹാബികൾ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഇവരുടെ തൗഹീദായിട്ട് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അഫ്ആലുകളെ കൊണ്ട് ഏകനാക്കലാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് ഏകനാക്കലാണോ? അല്ല, അത് ഇഅ്തിഖാദല്ലേ. ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? മസ്ദറും വഹദ യുവഹിദു, അല്ലേ? എന്താ അതിന്റെ മഅന? വഹദുല്ലാഹ അതഖതുഹു മുൻഫരിദൻ ബിദാതിഹി വസിഫാതിഹി ലാ നദീറ ലഹു വലാ ശബീഹ. ഇതല്ലേ എന്താണ്? അല്ലാഹുവിനെ ഏകനാക്കുക. ഏകനാക്കുക എന്ന് പറഞ്ഞാൽ ഏത്? അവൻ വിശ്വസിക്കലാണ്. അള്ളാഹു മാത്രമാണ് ഏകൻ എന്ന് വിശ്വസിക്കുക. മുൻഫരിദൻ ബിദാതിഹി വസിഫാതി, അവന്റെ സിഫത്തുകളിലും ദാത്തുകളിലും ഇത് തുല്യമായിട്ട് ഒരുവനും ഇല്ല എന്ന വിശ്വാസമാണ് തൗഹീദ്, അല്ലേ? അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ മുജാഹിദ് പറയുന്നത് അതല്ല, അഫ്ആലുകളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ തൗഹീദ് പഠിപ്പിക്കുന്നത്. എന്നാൽ വിശ്വാസമല്ല, കർമ്മങ്ങളാണ് തൗഹീദിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് അയാൾ ഇവിടെ എഴുതി വെച്ചിട്ട് അതിലാണ് പറയുന്നത്. ഈ ബാക്കി ഭാഗം കൂടി കേൾക്കാം നമുക്ക്. വാക്കിന് അർത്ഥം വെക്കാൻ കിട്ടുള്ളൂ, നമുക്കറിയില്ല. ഫതുസ്റഫു ജമീഉ അൻവാഇൽ ഇബാദത്തി ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. അപ്പോൾ എന്ത് കിട്ടും? ഇബാദത്തിന്റെ ഏത് കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് മാത്രം തിരിക്കണം. മിസ്ലു ദുആ, ഒന്നാമതായിട്ട് ദുആ, വൽ ഖൗഫ്, രണ്ടാമതായിട്ട് പേടി, വത്തവക്കുൽ, മൂന്നാമതായിട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കൽ, നാലാമതായിട്ട് വൽ ഇസ്തിആന, സഹായം ചോദിക്കൽ, വൽ ഇസ്തിആദ, അഭയം ചോദിക്കൽ, വഇരിദാലിക, ഇതുപോലത്തെ ഇതൊക്കെ ആണോ നിങ്ങളെ? അപ്പൊ ഈ ദുആന്റെ ഏതൊക്കെ ഇനങ്ങളാണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? എന്താന്ന് പഠിപ്പിക്കുകയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാല് അത് ദുആ, പേടി, അതുപോലെ തന്നെ ഇസ്തിആന, ഇങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം നൽകുക, അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് തൗഹീദ്. അത് തൗഹീദിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. അത് തൗഹീദ് ഉള്ള ആളുകൾക്ക് ഉള്ള കർമ്മങ്ങളാണ് അതൊക്കെ. തൗഹീദിൽ വിശ്വസിച്ച ഒരുത്തന്റെ കർമ്മങ്ങളാണ്. തൗഹീദിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് വിശ്വസിക്കുന്നതിനെയാണ് തൗഹീദ് എന്ന് പറയാ. അല്ലാതെ അത് വിശ്വസിച്ചവന്റെ പ്രവർത്തനമാണ് എന്ത്? അവന് ചെയ്യേണ്ട കർമ്മങ്ങളാണ് എന്ത് പറയുന്നത്? നിസ്കാരം, നോമ്പ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് അവിടെ വളരെ കൃത്യം. ഇനി ബാക്കി പറയട്ടെ. അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ, എളുപ്പമുണ്ടല്ലോ, ഓൽക്ക് പറയാനുള്ള ഒക്കെ പറയാം. എന്നാൽ ഈ വഹാബികള് ദുആ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ ശിർക്കാകും എന്ന് പറയുന്ന പോലെ
അള്ളഹാനോട് മാത്രമേ പേടി പാടുള്ളൂ, അല്ലല്ലാത്ത പോലെ പേടിച്ചാ ശിർക്കാവുന്ന ഇന്ന് വരെ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അത് വളരെ കറക്റ്റായ ഒരു ചോദ്യമാണ്. എന്താണത്? കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ വട്ടം തിരിപ്പിക്കും. എന്താണ് ഈ പ്രാർത്ഥന എന്ന് ഇവർക്ക് അറിയില്ല, എന്താണ് ദുആ എന്നും അറിയില്ല. എന്നാൽ ഇവർ പറയാ ദുആ അള്ളാഹിനോട് മാത്രം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ അതേപോലെ തന്നെ മുപ്പര് നേരത്തെ കിതാബിൽ ഇടിയാലോ ഹൗഫ്, പേടി. അവല്ലാത്തവരെ പേടിച്ചാല് അത് ശിർക്കാവെന്ന് പറയുന്നില്ലല്ലോ ഇവര്, അല്ലേ? അത് ശിർക്കാന്ന് പറയുന്നില്ല, ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. കാരണം ഒരു പോലീസുകാരനെ പേടിച്ചാൽ ശിർക്കാണ്, അല്ലെങ്കിൽ ഒരു വക്കീലിനെ പേടിച്ചാൽ ശിർക്കാണ്. അല്ലെങ്കിൽ എന്താ നമ്മൾ പിന്നെ വേറെ ഒരു പാമ്പിനത്തെ പേടിച്ചാൽ, തേളിനെ പേടിച്ചാൽ, ജിന്നിനെ പേടിച്ചാൽ, ശൈത്താനെ പേടിച്ചാൽ ഇതൊക്കെ ശിർക്കാണ്. അല്ലെ പ്രേതത്തെ പേടിച്ചാൽ, പ്രേതമുണ്ടെന്ന് പറയുന്നല്ലോ, പ്രേതത്തെ പേടിച്ചാൽ ഇതൊക്കെ ശിർക്കാണ് എന്ന് ഇവര് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങള്, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി പറയട്ടെ. ഇത് രണ്ടും കൂട്ടിയിട്ടാണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത്. തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ വിവക്ഷയിൽ ഇത് രണ്ടുണ്ടല്ലോ, മിസ്ലു ദുആഇ വൽ ഖൗഫ്. അല്ലാഹു അങ്ങനെ പറഞ്ഞതുപോലെ വേറെ പറഞ്ഞിട്ടില്ല. വഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം പേടിക്കട്ടെ. വഖാഫൂനി, എന്നെ മാത്രം പേടിക്കുവിൻ, എന്നെ പേടിക്കുവിൻ, എന്നെ മാത്രം പേടിക്കുവിൻ എന്ന് അല്ലാഹു തആല പറഞ്ഞ ഈ പേടി അല്ലാഹുവിനെ ഇബാദത്താകുന്നു. അതുകൊണ്ട് ഈ പേടി അള്ളാഹിനോടേ പറ്റുള്ളൂ. സൃഷ്ടികളോട് പേടിയായാൽ ശിർക്കായി എന്ന് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ പഠിപ്പിക്കുന്ന വഹാബിസം ലോകത്തെ ജനങ്ങളുടെ മുമ്പിൽ അല്ലാഹുവല്ലാത്തവരെ പേടിച്ചാൽ ശിർക്കാകും. പേടിച്ചവൻ മുശ്രിക്കാകും. പാമ്പനെ പേടിച്ചവനും തേളിനെ പേടിച്ചവനും മനുഷ്യനെ പേടിച്ചവനും ജിന്നിനെ പേടിച്ചവനും ഭൂതത്തെ പേടിച്ചവനും ഒക്കെ മുശ്രിക്കാകും എന്നൊന്ന് പറയട്ടെ. ഒരു ദുആമ കടന്നു കൂടിയിട്ട് അയിമങ്ങട്ട് കളിക്കുക. അതെ, ഇതാണ് പറഞ്ഞത്. ഒരു ദ്വാന്റെ മുകളിൽ കൂടിയിട്ട്, ആ പദത്തിന്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് ഇബാദത്തും തിരിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കേൾക്കാം. നമ്മള് അവരുദ്ദേശിക്കുന്ന എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ച് ജൽപ്പിക്കുക. അതെ, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് തൗഹീദിനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങള്, ബാക്കി പറയട്ടെ. രണ്ടാമത്തെ തൗഹീദ് എന്നിട്ട് പറയുന്നു വഹാദൻ നൗഉ മിനത് തൗഹീദ് ഹുവല്ലദീ ജാഅത് ബിഹി റുസുലു അലൈഹിമുസ്സലാം. സകല മുർസലീങ്ങളും ലോകത്ത് പഠിപ്പിച്ച തൗഹീദ് ഈ അരതൗഹീദാണ്. ആണോ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര വ്യക്തമാണ്. ലോകത്തുള്ള അംബിയാ മുർസലീങ്ങളൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് തൗഹീദ് എന്നാണ് പഠിപ്പിച്ചത്. കർമ്മങ്ങളല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉള്ളിലുണ്ടാകുന്ന ഇഅ്തിഖാദാണ്. ആ ഇഅ്തിഖാദിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ കർമ്മങ്ങളാണ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൗഹീദിനെ ഇവർക്ക് തോന്നിയതുപോലെ മാറ്റിമറിക്കുന്നു. ഇനി ബാക്കി പറയട്ടെ. തൗഹീദ് അർതൗഹീദ് ആരിലും എല്ലാരിലും ഉണ്ട്. പ്രകൃതിയാ തന്നെ ഉണ്ട് തൗഹീദുർ റുബൂബിയ്യ. ഈ അർതൗഹീദും ഇല്ലല്ലേ, മൂന്നിലൊന്ന്. ഇപ്പൊ മൂന്നിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ മൂന്നിലൊന്ന് തൗഹീദാണ്. വഹാദൻ നൗഉ മിനത് തൗഹീദ് ഹുവല്ലദീ ജാഅത് ബിഹി റുസുൽ. ഇതാണ് മുർസലീങ്ങളൊക്കെയും കൊണ്ടുവന്ന തൗഹീദ്. വഹാദൻ നൗഉ മിനത് തൗഹീദ് ഹുവല്ലദീ അൻകറഹുൽ കുഫാറു ഖദീമൻ വഹദീസാ. പണ്ടും ഇന്നും അവിശ്വാസികൾ നിഷേധിക്കുന്ന തൗഹീദ് ഇതാണ്. തൗഹീദുർ റുബൂബിയ്യ നിഷേധിക്കുന്നില്ല. ഈ തൗഹീദാണ് മുന്തിയ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് തൗഹീദുൽ അസ്മാ വിവരിക്കുന്നു. വഹുവൽ ഈമാനു ബികുല്ലി മാ വറദ ഫിൽ ഖുർആനിൽ കരീമി വൽ അഹാദീസിൻ നബവിയ്യത്തി സ്വഹീഹത്തി മിൻ അസ്മാഇല്ലാഹി വസിഫാതിഹി അല്ലതി വസഫ ബിഹാ നഫ്സഹു ഔ വസഫഹു ബിഹാ റസൂലുഹു അലൽ ഹഖീഖ. അല്ലാഹും റസൂലും അള്ളാഹ്ക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ അസ്മാകളും സിഫാത്തുകളും അള്ളാഹുവിനിക്ക് പറയുക അതേമാതിരി. ഇത് വിശ്വസിക്കുക എന്നാണല്ലോ തൗഹീദുൽ അസ്മാ. അപ്പൊ തൗഹീദ് അസ്മാഉ സിഫാത്താണ് പറയുന്നത്. എന്താ പറയുന്നത്? അള്ളാഹ് ഖുർആനിലെ ഹദീസിലൊക്കെ അള്ളാഹു ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ഏതൊക്കെ രൂപത്തിൽ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അത് അതേപടി വിശ്വസിക്കാം. അങ്ങനെയല്ലല്ലോ, അതേപടി വിശ്വസിക്കലല്ല. ഖുർആനിൽ പറഞ്ഞത് അവിടെയുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വഹാബത്ത്, താബികൾ ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഏത് പ്രകാരമാണോ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ സിഫത്തുകളെ മനസ്സിലാക്കുക, അതുപോലെ ഖുർആനെ മനസ്സിലാക്കുക. അല്ലാതെ വഹാബികൾ പറയും പോലെ മനസ്സിലാക്കലല്ല. വഹാബികൾ പറയും പോലെ മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഉസ്താദ് ഒന്ന് പറയട്ടെ. വെച്ചാല്
അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് ഖുർആനിലുണ്ട്, കൈയുണ്ട് എന്ന് വിശ്വസിക്കുക. അതെ. അള്ളാഹ്ക്ക് മുഖമുണ്ട് എന്ന് ഖുർആനിലുണ്ട്, മുഖമുണ്ട് എന്ന് വിശ്വസിക്കുക. അതെ. അള്ളാഹ്ക്ക് ഉടലുണ്ട് എന്ന് ഖുർആനിലുണ്ട്, അതുകൊണ്ട് അത് വിശ്വസിക്കുക. അതെ. കാലുണ്ട് എന്ന് ഖുർആനിലുണ്ട്, അതുകൊണ്ട് അത് വിശ്വസിക്കുക. അതെ. തല മാത്രം ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതില്ലെന്നും വിശ്വസിക്കുക. ഇങ്ങനെ അപ്പൊ തലല്ലാന്നും വിശ്വസിക്കുക. ഇതല്ലേ മുജാഹിദ് വിശ്വസിക്കേണ്ടി വരിക? ഖുർആനില് ഇതുപോലൊക്കെ ആയിട്ട് എഴുതി വെച്ചാൽ അവർക്കറിയാലോ. വഹാബികൾ ഓരോ അവരുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ഇതൊക്കെ അവർ വിശ്വസിക്കുന്ന വിശ്വാസമാണ്. ഇങ്ങനെ വിശ്വസിക്കലാണ് തൗഹീദുൽ അസ്മാഉ സിഫാത്ത്. ഇതല്ലേ വരിക? ഈ ബാക്കി പറയും ഉസ്താദ് പറയട്ടെ. ാണ് അസ്മാ സിഫാത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു തൗഹീദും. ഇങ്ങനെ 3 തൗഹീദുകൾ പഠിപ്പിച്ച ശേഷം പറയുന്നു, അവസാനിപ്പിക്കുന്നില്ല, ഓരോരോ പോയിന്റിലും പറയാം. അശ്ശിർക്കു ളിദ്ദു തൗഹീദ്, ശിർക്ക് എന്നത് തൗഹീദിന്റെ മാറ്റമാകുന്നു. ഫത്തൗഹീദ്, അപ്പോൾ തൗഹീദ് ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിനെ തനിപ്പിക്കുക. അതായത് ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം ചെയ്യുക. അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അതെന്താണ്? ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം ചെയ്യുക, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നതാണ് ശിർക്ക്. അപ്പൊ ശിർക്കിന്റെ നിർവചനവും മാറ്റി, അല്ലേ? ശിർക്ക് നിർവചനം മാറ്റി. ഉസ്താദും പറയട്ടെ, ഉസ്താദ് പറയും. ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക, ഇതാണ് ശിർക്ക്. മിസ്ലു അൻ യദ്ഉവ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ പോലെ, ഔ യസ്ജുദ ലി ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കിന് സുജൂദ് ചെയ്യൽ പോലെ. ആണോ? ഇവർ ശിർക്ക് മാറ്റിയതാ. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ തൗഹീദിന്റെ നേരെ വിപരീതമാണ് ശിർക്ക് എന്ന് പറഞ്ഞാല്. അതെന്താണ്? അള്ളാഹു ഏകനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഒന്നിലധികമുണ്ട്, ഏകനല്ല എന്ന് വിശ്വസിക്കുക, അതാണ് ശിർക്ക്. അതാണ് ശിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എന്താണ്? അവന്റെ ദാത്തിൽ തുല്യമായിട്ട് ദാത്തിനും സിഫാത്തിനും തുല്യമായിട്ട് ആരും ഇല്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്, അല്ലേ? എന്നാൽ അതില് ദാത്തിനും സിഫാത്തിനും തുല്യമായിട്ട് വേറെ ആളുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ശിർക്ക് വരുന്നത്. അപ്പൊ ഇതിന് നേരെ എതിരാണ് ശിർക്ക്. ശിർക്ക് വിശ്വസിക്കലാണ്. ഇവർ പറയുന്നത് അതല്ല, കർമ്മമാണ്. എങ്ങനെ? ഈ കർമ്മങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത്. വഹാബികൾ എഴുതി വെച്ച് ഈ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതെന്താണ്? വിശ്വസിച്ച ഒരാൾക്ക് ചെയ്യേണ്ട പ്രവൃത്തികളാണ് നിസ്കാരം, നോമ്പ്, കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനി ഇവർ പറഞ്ഞതുപോലെ ആണെങ്കിൽ എന്താവും? ഉസ്താദ് പറയട്ടെ. അല്ലാഹുവല്ലാത്ത മഖ്ലൂക്കിന് സുജൂദ് ചെയ്യാൻ ശിർക്കാവുന്നത്രേ. അല്ലാഹുവല്ലാത്ത മഖ്ലൂക്കിനോട് ദുആ ചെയ്താൽ ശിർക്കാകുന്ന പോലെ അല്ലാഹുവല്ലാത്ത മഖ്ലൂക്കിന് സുജൂദ് ചെയ്താലും ശിർക്കാകും. അപ്പൊ യാക്കൂബ് നബി യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തതോ? യാക്കൂബ് നബിന്റെ 11 മക്കൾ സുജൂദ് ചെയ്തതോ? ആണോ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തു, 11 മക്കളും സുജൂദ് ചെയ്തു. അപ്പൊ അതെന്ത് ചെയ്ത്? ശിർക്കാവൂലേ ഇവര് പറഞ്ഞ വാദപ്രകാരം? ദുസ്താദ് ചോദിക്കുക, ഇവര് പറഞ്ഞ വാദപ്രകാരം ഇത് ശിർക്കല്ലേ വരിക? ദേ കർമ്മങ്ങളിലാണെങ്കിൽ. അപ്പൊ കർമ്മങ്ങളിലല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു ഖുർആൻ കൊണ്ട്. അപ്പൊ ഖുർആൻ ശിർക്ക് പഠിപ്പിച്ചു എന്ന് വരില്ലേ? ഉസ്താദ് പറയട്ടെ. ആ സുജൂദ് ചെയ്തത് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നതോ? ശിർക്ക് പഠിപ്പിക്കൽ. തൗഹീദ് പഠിപ്പിക്കാൻ നിയുക്തരായ പ്രവാചകരിൽ നിന്ന് ശിർക്കുണ്ടായോ? ഇത് മറുപടി കിട്ടേണ്ട ചോദ്യമല്ലേ? ഈ ഭാഗം ശ്രദ്ധിക്കൂല. ഒറ്റടിക്കൊരു ഇബാദത്തെ, ഏറ്റവും മുന്തിയ ഇബാദത്തിന്റെ സുജൂദ്, ഇത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യാ ശിർക്ക്, അള്ളാഹുവിന് മാത്രം ചെയ്യാ തൗഹീദ്. അപ്പൊ കണ്ടോ, ചെയ്തിയിൽ കൊണ്ടുപോയി തൗഹീദിനെ തളച്ചിട്ട് അള്ളാഹു. ആണോ? ഇവിടെ വളരെ കൃത്യമായി പറയാം. ആ ചെയ്തതിൽ കൊണ്ടുപോയിട്ട് ഇത് തളക്കുകയാണ് വഹാബികൾ ചെയ്യുന്നത്. ആ ചെയ്യുക എന്ന പ്രവർത്തനത്തിൽ കൊണ്ടുപോയി തളക്കുകയാണ് വഹാബികൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മാത്രം ആരാധിക്കുകയാണ് തൗഹീദെന്നും അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കലാണ് ശിർക്കെന്നും തിരിമറി നടത്തി. അതെ, ഈ തിരുമറി നടത്തിയ വിഷയമാണ് ഉസ്താദ് പറയുന്നത്. കാരണം അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നത് ശിർക്കും, അള്ളാഹിനെ ആരാധിക്കുന്നത് തൗഹീദും എന്നാണ്. അപ്പൊ ആരാധിക്കുക എന്ന ആരാധന എന്ന കർമ്മത്തിലേക്ക് ഈ ഒരു വലിയ അഖീദയെ കൊണ്ടുപോയിട്ട് എന്താക്കി? ഇവര് ചവിട്ടി മാറ്റി. ഇതാണ് ഉസ്താദ് പറയുന്നത്. അല്ലാതെ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാം എന്ന് പറയുകയല്ല. അവിടെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കാമെന്ന് പറയുകയല്ല. വഹാബിസമാകുന്ന ആ ഇസം കൊണ്ടുവന്നിട്ടുള്ള തൗഹീദിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ഉസ്താദ് പറയുന്നു. ഇതാണ് ഇവിടെ വിഷയം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് പിന്നെ പറയാം. ഓക്കെ.